നച്ചിയെ പിടിച്ചോ, നച്ചി പറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡ്യൂഡൻസ് ഫാമിലി. അപ്പോൾ ഗൈസ് വഴിയ 600 രൂപയ്ക്ക് ഞങ്ങൾ അത് സമ്മതിപ്പിച്ചെടുത്തു. ഫുഡ് ചെയ്തു തരും, 1 കിലോ റൈസ് വെച്ച് ഫുഡ് നമുക്ക് സൂപ്പറായി ചെയ്ത് തരും. 600 രൂപ പറഞ്ഞില്ലേ. ഇവിടെ നമ്മൾ അറിയാതെ വന്ന് പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ ഊറ്റി പിഴിഞ്ഞെടുത്തു. അപ്പോൾ 600 രൂപയ്ക്ക് അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി അത് നമുക്ക് ബോട്ടിംഗ് ആണ്. 1500 രൂപ ചാർജ് ചോദിക്കുന്നുണ്ട്. ഗവൺമെൻറ് ഫീ ആട്ടോ 1500 രൂപ. 1.5 മണിക്കൂറാണ്. കുളിച്ചിട്ടെല്ലാം കഴിച്ച് ഇവിടെ വരുമ്പോൾ ഇവിടെ ഫുഡ് റെഡിയായിരിക്കും. പിന്നെ ഇത് വാങ്ങുന്നതിന് അങ്ങനെ ഉടായ്പൊന്നുമില്ല. കാരണം ഞാൻ ഇതുപോലും മുമ്പ് 2 പ്രാവശ്യം വന്നിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. കറക്റ്റ് വിശ്വസിൽ കൊടുത്തിട്ട് പോകും. അത് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് മീൻ മാത്രമല്ല, എൻ്റെ കൂടെ രസവും കാണും കേട്ടോ. തമിഴ്നാട് രസം, സ്പെഷ്യൽ രസവും അത്. അപ്പോൾ ഇതാണ് എൻ്റെ കാര്യം. സച്ചി എങ്ങോട്ടാണ് പോണേ? ബോട്ടിംഗ് ആണോ? പൊളിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഞങ്ങൾ യാത്ര സ്റ്റാർട്ടാക്കിയിരിക്കുന്നു. എന്താണ് ഇത്? 100 താത്തൂരടി. നല്ല ഫീലിംഗ് ആട്ടോ. പക്ഷേ ഉണ്ടല്ലേ, ഇവിടെ നല്ല മീനുണ്ട്. നമുക്കിവിടെ കരയിൽ നിൽക്കുമ്പോഴേ നല്ല മീൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? ആ നീടാ. ഫോട്ടോ ഇത്ര കറങ്ങുന്നില്ല അങ്ങോട്ട്. കേസിനെ അവിടെ ഇറങ്ങിയിട്ട് നമ്മളിന്ന് നടന്നിട്ടാണ് അതിൻ്റെ അകത്തോട്ട് പോകേണ്ടത്. കാരണം അപ്പോൾ ആ സമയത്ത് ഇവർ അതവിടെ കൊണ്ടുവരും, വഞ്ചി അവിടെ എത്തിക്കും. എന്നിട്ട് കയറിയിട്ട് വേണം പോവാൻ. കണ്ടില്ലേ? ഇനി ഇവിടെ അവർ എല്ലാ മസാല ചേർത്ത് വെച്ച് ചെയ്യുന്നതാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷായിട്ട് നമുക്കത് ഫ്രൈ ചെയ്ത് തരും. കറക്റ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. ആ ഒരു ഭാഗം നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ട് അവർ അത്രയും ദൂരം കൊണ്ടുവിടുന്നതേ ഉള്ളൂ. കണ്ടില്ലേ എന്ത് രസമാണെന്ന് നോക്കിക്കേ. One by one.
അല്ല ഞങ്ങളുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിന് വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ കൂടെ അല്ലാതെ ഒരു വീഡിയോ എടുക്കണേ. സത്യം പിടിച്ചോ, സത്യം പറന്നു പോകാൻ ചാൻസ് ഉണ്ട്. എല്ലാം അത് ക്ലിപ്പ് ചെയ്തോ? ക്ലിപ്പ് ചെയ്തോ? ഇരിക്കാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ല, സമയം ക്ലിപ്പ് ചെയ്യാം. ആ സമയം ക്ലിപ്പ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മളത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരിക്കുന്നതാണ്. കേട്ടെ, നമ്മൾ ഇവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ട് ആ ചാലിലേക്ക് പോയില്ലേ, ആ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് കുളിച്ചിട്ടില്ല, കുളിക്കുന്നത് എന്തോ സെറ്റായില്ല. അപ്പോൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് കർണാടക സൈഡ് കുളിക്കേണ്ട ഭാഗമുണ്ട്. അവിടെ പോയിട്ട് ഫുഡെല്ലാം കഴിച്ച് അവിടെ പോയി കുളിക്കാന്നുള്ള ഐഡിയയിലാണ്.